വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ശബ്ദരേഖയിൽ പറഞ്ഞത് നിഷേധിച്ച് അനിമോൻ അയച്ച മെസ്സേജ് എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല ലക്ഷ്യമെന്നും അനിമോൻ വ്യക്തമാക്കുകയാണ്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഒന്ന്, അനിമോൻ ഇത് എവിടെ വെച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം തിരുത്തി പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? മാത്രവുമല്ല, ഈ വിവാദം വളരെ ആസൂത്രിതമാണ് എന്ന് തുടക്കം മുതലേ സംശയിക്കത്തക്ക തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ വിവാദം വന്നു നിൽക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും നീലിമ, ഏതായാലും അനിമോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ അനിമോൻ തിരുത്തി പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രസക്തമാകുന്ന കാര്യം. കാരണം ഇപ്പോൾ അനിമോൻ കഴിഞ്ഞ ദിവസം സംഘടനാ യോഗത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അനിമോനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും അനിമോനെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ അനിമോൻ ഓരോ ബാറുടമയ്ക്കും പ്രത്യേകമായി തന്നെ അയച്ച മെസ്സേജിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതായത് അനിമോൻ പറയുന്നത് ഇപ്രകാരമാണ്: താൻ അയച്ച ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളതായിരുന്നില്ല തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. തൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞുപോയ കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ് അനിമോൻ പറയുന്നത്. ഞാൻ മൂലം ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പുതിയ ഓഫീസിനായാണ് തുക പിരിക്കുന്ന കാര്യം താൻ പറഞ്ഞത്. കാശ് കൊടുക്കാൻ തയ്യാറുള്ളവർ ഗ്രൂപ്പിൽ അറിയിക്കണം എന്നാണ് തൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത്. അത് സംഘടനയുടെ അക്കൗണ്ടിലാണ് ഈ പണം നൽകേണ്ടത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നെ തുക ഏൽപ്പിക്കണം എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ സംഘടനാ യോഗത്തിൽ എന്നെ വലിയ തോതിൽ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സംഘടനയുടെ പ്രസിഡന്റ് എന്നെ മാത്രമായി കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് എന്നെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരാവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും എന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അതേ തുടർന്നുണ്ടായ തൻ്റെ ബുദ്ധിമുട്ട് കാരണം ആ മാനസികാവസ്ഥയിലാണ് താൻ അത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം ഗ്രൂപ്പിൽ ഇട്ടത്. അതിനുശേഷം പക്ഷേ തന്നെ ഗ്രൂപ്പിൽ നിന്നും മാറ്റുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാറുടമകൾക്ക് പ്രത്യേകമായി അനിമോൻ ഈ ഒരു ശബ്ദ സന്ദേശമല്ല വാട്സപ്പ് മെസ്സേജായി തന്നെ ഇത്തരത്തിൽ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അറിയിക്കുന്നത്. ഏതായാലും താൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരിക്കലും താൻ ഉദ്ദേശിച്ച കാര്യം ഈ പണം പിരിക്കുന്നത് അത് സംഘടനയുടെ ഓഫീസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഒരു ഓഫീസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് 1.75 കോടിയുടെ കുറവുണ്ട് എന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഇതിന് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ എല്ലാവരും 2.5 ലക്ഷം രൂപ വീതം നൽകണം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ഈ തുകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അനിമോൻ പറയുന്നത്. അതായത് നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് അത് പുറത്തു വന്നപ്പോൾ തന്നെ അതിന് പിന്നിൽ എന്തോ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. സർക്കാരിനെ കരിവാരിത്തേക്കാൻ ഒരു വലിയ വിവാദം ആസൂത്രിതമായി സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ തുടക്കം തന്നെ പാളി. ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തിലേക്ക് അത് തിരികെ എത്തുകയാണ്. ഈ പ്രതിപക്ഷത്തിനും ഇത് ഉയർത്തിക്കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കും യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയല്ലേ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും നീലിമ, അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അനിമോൻ പറഞ്ഞ കാര്യങ്ങളിൽ തുടർന്ന് പലതരത്തിൽ മാധ്യമങ്ങൾ അനിമോനെ സമീപിച്ചിരുന്നു. കാരണം അനിമോൻ്റെ ഒരു ശബ്ദരേഖ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത് മാത്രം വെച്ചാണ് മാധ്യമത്തിൽ വാർത്ത വരുന്നത്. അതിനെ പിന്തുണച്ച് മറ്റു മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. അതിനുശേഷം എല്ലാ മാധ്യമപ്രവർത്തകരും, നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അനിമോനെ വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാനോ ഈ വിഷയത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കാനോ അനിമോൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് അനിമോൻ ഈ വിഷയങ്ങൾ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ബാർ ഉടമകൾ അവരുടെ സംഘടനയിലുണ്ടായിരുന്ന ഓരോ അംഗങ്ങൾക്കും ഇത്തരത്തിൽ പേഴ്സണൽ മെസ്സേജായി ഈ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നും അനിമോൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ അനിമോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണ് താൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നാണ് അനിമോൻ ഈ മെസ്സേജിൽ പറയുന്നതും. അതിൻ പ്രകാരമാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നതും. ഏതായാലും ഇത് പ്രതിപക്ഷത്തിനും ഇത് ഏറ്റുപിടിച്ച മാധ്യമങ്ങൾക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. കാരണം ഇത് പുറത്തു വന്ന ഘട്ടം മുതൽ തന്നെ ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് സാധൂകരിക്കുന്നത്.